അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടായിരിക്കും ഇവിടെ വെക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും ടോപ്പ് ടെക്നീഷ്യനായ മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എടുത്തായി അത് മതി അല്ലേ. എന്റെ പാർട്ണർ ജസ്റ്റിനാണ്, നമ്മുടെ ഫ്രണ്ടാണ്. ഇവൻ നെക്സയിലും മറ്റേ ഷോറൂമിലൊക്കെ കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാണ്. ഹോണ്ടയിൽ ഉണ്ടായതാണ്, നെക്സയിൽ ഉണ്ടായിരുന്നത്, ബെൻസിൽ ഉണ്ടായിരുന്നത്. ഓടിച്ചോടിക്കാനായിട്ടേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വണ്ടികൾ ഒന്നാണ് മാരുതി കാർ. കഴിഞ്ഞാൽ പിന്നെ ഓടിച്ചോടിക്കാൻ പറ്റിയ വണ്ടി നാനോ. പിള്ളേർക്ക് നാനോ AC ഉള്ള വേരിയന്റ് ആണ്. 2012 വണ്ടിയാണ് ഇത്. 45 രൂപയാണ് പറയണം. നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ കിട്ടും. 45 ഉള്ളൂ. 2 വീലർ എടുക്കണം കാശ് 45 രൂപ. AC ഉണ്ട്. ആൾക്കാർക്ക് ഡൗട്ടാണ് നമ്മുടെ വീഡിയോയുടെ റീച്ചിന് വേണ്ടി കള്ളത്തരം. ഇല്ല 45 രൂപ അത്യാവശ്യം നാനോ അല്ലേ, അതിനുള്ള വണ്ടി ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. നാനോ ആണ് വണ്ടി. അപ്പൊ നമ്മുടെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അതിന്റെ മേലെ കയറൊന്നുമില്ല. ഇല്ല 45 രൂപ കൊടുക്കാം നമുക്ക്. 45 രൂപ കൊടുക്കാം. മാരുതിക്കാരന്റെ വില 27 വരെ പേപ്പർ ഉണ്ട്. മറ്റേ മോഡൽ എത്രയായിരുന്നു? 2012. ഇത് 45. ഇനി ഇതേപോലത്തെ തന്നെ ഒരു 10-12 വണ്ടിയോളം നമ്മുടെ കയ്യിൽ വർക്ക്ഷോപ്പിൽ പണിയിലുണ്ട്. അപ്പൊ ഇനി കുറഞ്ഞ വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 രൂപ 1 രൂപ താഴെയുള്ള ഓൾട്ടോ ഒക്കെ കയറാനുണ്ട്. വാഗണർ കുറഞ്ഞ വണ്ടികളൊക്കെ കയറാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഐട്ടനൊക്കെ തന്നെ ഇനിയും വരാനുണ്ട്. അപ്പൊ ഇനി വരാനുണ്ടെങ്കിലൊക്കെ ആ നമ്പർ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ, കുഴപ്പമില്ല. വിളിച്ചാൽ മതി കുഴപ്പമില്ല. വണ്ടികളൊക്കെ ഇനിയും വരാനുണ്ട്. നട്ടുച്ച വെയിലത്താണ് എബി വേൾഡ് എംപയർ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു യൂസ്ഡ് കാറിന്റെ ഷോറൂമിലാണ്. ഈ കാറിന്റെ ഷോറൂമിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ, കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറവിൽ നമ്മൾ വണ്ടി കൊടുക്കുന്ന, എന്നാൽ വണ്ടികൾ അത്യാവശ്യം നല്ല വണ്ടികൾ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല വെയിലാണ് അല്ലേ. ഇതാണ് നമ്മുടെ നിതിൻ ബ്രോ. നമ്മള് എബി ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം വന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ 2010 വണ്ടിക്ക് വരെ നിങ്ങൾ ലോൺ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പ്രൈവറ്റ് ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ലോങ്ങിലേക്ക് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടാവുന്നതാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം ഒരു 1 രൂപ താഴെയുള്ള വണ്ടികളും 1.5 രൂപ ബഡ്ജറ്റ്, 2 രൂപ ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് വേണ്ട മാത്രമുള്ള ഒരു വണ്ടികളാണ്. സാധാരണക്കാരുടെ ഷോറൂമാണ്. അതെ, നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. കൂടുതലും വലിയ വണ്ടികളൊന്നും ഇവിടെ നമ്മുടെ ഇവിടെ പോകൂല. ഇവിടെ സാധാരണ ചെറു വണ്ടികളാണ് കൂടുതലും പോകുന്നത്. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയാം. ലൊക്കേഷൻ നമ്മള് പറവൂര്, നോർത്ത് പറവൂർ, എറണാകുളം നോർത്ത് പറവൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോണ റൂട്ട് NH66 മടപ്ലാതുരത്ത് എന്ന് പറയും. കറക്റ്റ് മടപ്ലാതുരത്ത് മൂത്തുകുന്നത്തേക്ക് പോണ വഴി മടപ്ലാതുരത്ത് നിന്നാണ് സ്ഥലം, ലൊക്കേഷൻ. നല്ല വണ്ടികളെ കാര്യത്തില് അത്യാവശ്യം ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഷോപ്പ് വീണ്ടും വന്ന് ചെയ്യാനുള്ള കാരണം അല്ലെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ടൊയോട്ട കൊറോള ഓൾട്ടീസ് ആണ്. 2010 ഡീസൽ വണ്ടിയാണ്. 1,90,000 കിലോമീറ്റർ ഓടിയിരുന്ന വണ്ടി. എങ്കിലും ടൊയോട്ട KL7 KL23 നമ്മുടെ ഇവിടുത്തെ കേരള ഒറിജിനൽ കേരള റീവണ്ടി അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. പുതിയ പേപ്പർ ഇപ്പൊ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു മാസം തൊട്ടുള്ള ടെസ്റ്റ് കഴിഞ്ഞിട്ട് പുത്തൻ പേപ്പർ. 2031 അടുക്ക വരെ പേപ്പർ ഉണ്ട്. പുതിയ പേപ്പർ. ഡീസൽ ഒരു 20-22 മൈലേജ് ഒക്കെ എന്തായാലും കിട്ടും. നല്ലൊരു നീറ്റ് കണ്ടീഷൻ, വെൽ നീറ്റ് ആയിട്ട് വണ്ടി നിൽക്കുന്നത്. ടയറും കാര്യങ്ങളാണ്. റീപ്ലേസ്മെന്റ് ഇല്ല വണ്ടിയിൽ. ഇതേതാ വേരിയന്റ്? ഇത് 2D4 എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വേരിയന്റ് തന്നെയാണ്. ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 3,90,000 രൂപയാണ്. കേരള വണ്ടിയാണ്ട, റിയ അല്ല, ഒറിജിനൽ കേരള വണ്ടി. നമുക്കൊരു ഫൈനൽ ഒരു 380,000 സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ ടീമൊക്കെ ആണെങ്കിൽ ഒരു 3 ലക്ഷം രൂപയോളം പ്രൈവറ്റ് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 3 ലക്ഷം രൂപ അടുക്കൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരിക്കും. വീണ്ടും ഒരു കിഡിലൻ ലുക്കിൽ ഒരു സാൻഡ്രോ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോ പുതിയതായിട്ട് കയറിയതാണ് ഇന്നലെ. 2008 GLS ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പവർ വിൻഡോ GLS ആണ് വണ്ടി. 2008 28 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. 4 ടയർ എല്ലാം പക്ക കണ്ടീഷനാണ്. 4 ടയറും കട്ട ഫിനിഷിംഗ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹൈ ക്വാളിറ്റിയിലേക്കുന്ന വണ്ടിയാണ്. എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കയാണ്. നമുക്ക് 1 രൂപയാണ് പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. വെൽ നീറ്റഡ്, വെൽ ക്ലീൻ, സൂപ്പർ ക്ലീൻ വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി. ഓടിച്ചു പഠിക്കാനൊക്കെ പറ്റിയേ. സാധാരണ ഒരു ഡീസൽ വണ്ടിയാണ് വേരിയന്റ്. ഇത് വരുന്നത് ഡീസൽ ഫിയറ്റ് പാലിയോ എന്നുള്ള ഇത് മൾട്ടി ജെറ്റ് എഞ്ചിനാണ്. നമ്മുടെ സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ് ഈ വരുന്നത് ഡീസൽ. ഇത് 28 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. 28 പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ. മൈലേജ് ഉണ്ട്. സ്വിഫ്റ്റിന്റെ എഞ്ചിൻ കോട്ടറാജറ്റ്, ഒറിജിനൽ കോട്ടറാജറ്റ് സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ്. നല്ല വണ്ടി. അതായത് ഡീസലാണ്. ഈ പാലിയോലി ബെസ്റ്റ് എഞ്ചിനാണ്. അതായത് സ്വിഫ്റ്റിന്റെ കോട്ടറാജറ്റ് മൈലേജ്, നല്ല മൈലേജും കംപ്ലൈന്റ് ഒക്കെ കുറവായിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ ഇതിപ്പോ ഫിയറ്റ് ആയതിന്റെ പേരിൽ സ്പെയറിന്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ കോട്ടറാജറ്റ് ആയതിന്റെ പേരിൽ വലിയ കംപ്ലൈന്റ് വരില്ല വണ്ടി.
നമുക്കൊരു 75,000 രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം. 75 രൂപ കൊടുക്കാം, ചെറിയ കാശിന് കൊടുക്കാം. ഈ സ്വിഫ്റ്റ് നമുക്കിത് പറഞ്ഞ പോലെ നല്ല ഹൈ ക്വാളിറ്റി 2007 ലാസ്റ്റ് വണ്ടിയാണ്. 2007 ലാസ്റ്റ് ഹൈ ക്വാളിറ്റി. പേപ്പറൊക്കെ 28 അടുക്ക വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ആണ്. 4 ടയറും ഒരു 80% കണ്ടീഷൻ. നല്ല ഇന്റീരിയറിലാണെങ്കിലും നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടി. ക്ലച്ച് പുതിയത് കയറ്റിയിട്ടുണ്ട് നമ്മള്, നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ പുതിയ ക്ലച്ച് കയറ്റിയതാണ്. അത്യാവശ്യം എല്ലാവർക്കും മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിട്ടേക്കണേ. AC ഒക്കെ പക്ക കൂളിംഗ് ആണ്. വില നമുക്കൊരു 1.55 കൊടുക്കാം. 1.55 ചെറിയ രീതിയിൽ. ഇതിന്റെയൊക്കെ തന്നെ കുറഞ്ഞ വണ്ടികളൊക്കെ ഉണ്ടാവട്ടെ. ഞാൻ പറയാം, ഇപ്പൊ വില കൂടിയതൊക്കെ ഇപ്പൊ കുറഞ്ഞതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതനുസരിച്ചുള്ള കംപ്ലൈന്റ് ഉണ്ടാവും വണ്ടിക്ക്. വില കുറച്ചത് നമുക്ക് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു 90-80% മെയിൻ്റെനൻസ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് ഈ മോഡൽ തന്നെ ചിലപ്പോൾ 1.25 കിട്ടും, 1.10 കിട്ടും പല സ്ഥലങ്ങളിൽ. പക്ഷെ എടുക്കുമ്പോ 10 രൂപ കൂടിയാലും നല്ല വണ്ടി എടുക്കണല്ലോ ബ്രോ. നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ടി എടുത്തിട്ട് പണിയണേ നല്ലത്. നമ്മ വണ്ടി നല്ലത് എടുത്തിട്ട് അതിൽ ഒരു 10 രൂപ മുടക്കിയാൽ കാണും. ഇപ്പൊ ബ്രോന്റെ ഒരു കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഉണ്ടെങ്കിലും നമുക്ക് ഒരു ആൾക്കാരെ പ്രാക്ക് കിട്ടിയ പൈസ വേണ്ടെന്നാണ്. അത്രേ ഉള്ളൂ. അത് നമ്മ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നല്ലത് പറഞ്ഞു കൊടുക്കുക, അത്ര തന്നെ. നമ്മളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കസ്റ്റമർക്ക് ഏത് നാട്ടിൽ നിന്നുള്ള മെക്കാനിക്കിനെ കൊണ്ടുവരാമോ? ആര് വേണമെങ്കിലും കണ്ടുപോകൂടെ. നമ്മള് റീപ്ലേസ് ഉണ്ടെങ്കിൽ ബ്രോ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ നമ്മൾ റീപ്ലേസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ. അല്ലാതെ നമുക്കത് ഒളിച്ചു വെച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ കസ്റ്റമർ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ഇന്നത് ചെയ്യണോട്ടാ എന്നൊരു വാക്ക് അവരോട് നമ്മൾ പറയും. നമ്മൾ എന്തായാലും അത് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അല്ലാതെ ഇന്നത് ചെയ്യണോട്ടാ. അപ്പൊ അവർക്ക് അത് എളുപ്പമൊരു ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് സംഭവം. അങ്ങനെ നമ്മളെ എല്ലാ വണ്ടികളും അങ്ങനെ ചെയ്തു. അല്ല, അതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇത് സെന്നസിലോ കെ സീരീസ് ആണ്. ഇത് 2011 ലാസ്റ്റ് വേരിയന്റ് ആണ്. കെ സീരീസ് വാഗണറിന് എഞ്ചിനാണ്. അത് അലൈവിലുണ്ട്. VXI ആണ് വണ്ടി. 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, ഫോഗ് ലാമ്പ് എല്ലാം വർക്കിംഗ് ആണ്. നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഒരു ഫൈനൽ റേറ്റ് ഒരു 1.50 നമുക്ക് കൊടുക്കാം. ലാസ്റ്റ് 1.50. അത് വാഗണർ 2 ലക്ഷം രൂപ കൊടുക്കണമല്ലോ. അപ്പൊ ഇതിന് ഒരു 50,000 രൂപ കുറച്ച് എസ്റ്റിലോ അതിന്റെ പേരിൽ ഒരു 50,000 രൂപ കുറച്ച് നമ്മൾ കൊടുക്കുന്നത്. 1.50 നല്ല വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല, ഒരു ഭാഗം റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഇത് 2008 മോഡലാണ്. വാഗണർ LXI ആണ് വേരിയന്റ്. 28 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനമാണ്. അത്യാവശ്യം റീപ്ലേസ് ഒന്നുമില്ല, ഗ്ലാസ് ഒന്നും മാറിയിട്ടൊന്നുമില്ല, തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ ഒരു 90% കണ്ടീഷനാണ്. ഒരു 80-90% ടയർ ഉണ്ട് എല്ലാത്തിനും. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ. അതായത് നമ്മുടെ വർക്ക് അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട് അതിൽ ക്ലീൻ ആയിട്ട്. ഇന്റീരിയറൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളും. കുറഞ്ഞ ഒരു വിലക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല വണ്ടികളുള്ളത്. 1.25 എന്തെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് വണ്ടി ക്വാളിറ്റി ഉള്ളതിന്റെ പേരിലാണ്. ക്വാളിറ്റി ഇല്ലെങ്കിൽ അതനുസരിച്ചുള്ള വില പറയുള്ളൂ. നമ്മ ഈ പറഞ്ഞ പോലെ നമ്മാണിത് ക്ലീൻ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതാണ് കേട്ടോ. ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് 1 രൂപ താഴെ കൊടുക്കാം, 90 രൂപ കൊടുക്കാം. പക്ഷേ ഇത് 2010 നവംബർ ടെസ്റ്റ് കഴിഞ്ഞതാണ്. കെ സീരീസ് എഞ്ചിനാണ്. കെ സീരീസ് ഓൾട്ടോ കേട്ടൻ 1000 cc 998 cc കേട്ടൻ വേരിയന്റ്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. റേറ്റ് ഇപ്പൊ നമുക്കൊരു 1,55,000 രൂപക്ക് കൊടുക്കാം. ലാസ്റ്റ് 1.55 കൊടുക്കാം ലാസ്റ്റ്. കുത്തിയ പേപ്പർ, പുത്തൻ പേപ്പർ, 1 മാസമുള്ളൂ ടെസ്റ്റ് കഴിഞ്ഞിട്ട്. പുത്തൻ പേപ്പർ 31 അടുക്ക് വരെ പേപ്പർ കേട്ടോ. റീപ്ലേസ് ഇല്ല കേട്ടോ വണ്ടിയിൽ. പുതിയ ക്ലച്ച് നമ്മുടെ വർക്ക്ഷോപ്പിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ വർക്ക്ഷോപ്പിൽ മാറിയിട്ടുണ്ട് പുത്തൻ ക്ലച്ച്. ഇത് 2011 മോഡൽ കേട്ടനാണ്. കേട്ടൻ ഓൾട്ടോ കേട്ടൻ LXI ആണ്. അതന്നെ സെക്കൻഡ് ഓണർഷിപ്പ് വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. LXI വേരിയന്റ് ആണ്. കിലോമീറ്റർ 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് 64,000. സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. എത്ര നമ്മൾ ചോദിക്കുന്ന വണ്ടി? ഇത് നമുക്കൊരു ടെസ്റ്റ് കൊല്ലം അവസാനം വരും. നമുക്കൊരു 140 ആണ് പറയുന്നത്. ഒരു 35-നൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്തുവിടാം, കുഴപ്പമില്ല. 35 കേട്ടനാട്ടാ. മറ്റേ ഓൾട്ടോണെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്തു. കേട്ടനാണല്ലോ കേട്ടൻ. അടുത്ത് ഒരു കിഡിലൻ ഗ്രാൻഡ് ഐട്ടൺ ഗ്രാൻഡ്. ഓട്ടോമാറ്റിക് വേരിയന്റ് ഉണ്ടോ? ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് സ്പോർട്സ്. ഓട്ടോമാറ്റിക് ആണ്. 4 വീല് അലൈ വീല്. ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ 40 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 50 താഴെ ഓട്ടം.
50 താഴെ ഓടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് വണ്ടി, പക്ക വണ്ടി, അതായത് നല്ല ക്ലീൻ വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല, തട്ടുമുട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. ഇന്റീരിയർ പക്ക. ഇപ്പൊ വല്ല ലേഡീസിനൊക്കെ ഓടിക്കാനൊക്കെ ആണെങ്കിലേ നല്ല പക്കയിട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് വണ്ടിയൊക്കെ ഇട്ട് വലിയ വണ്ടി ക്ലീൻ, നല്ല വൈൻ റെഡ് കളർ, നല്ല ക്ലീൻ വണ്ടി. റീപ്ലേസ് ഇല്ല കേട്ടോ വണ്ടിയിൽ, ഒന്നുമില്ല. ധൈര്യപ്പെട്ട് കൊണ്ടുപോകും. റീപ്ലേസ് ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പ്, 2014 ലാസ്റ്റ് വണ്ടിയാണ്. വണ്ടി വേറെ അപാകതയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പിന്നെ അതൊക്കെ ഒരു 2.25 രൂപയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും നമുക്കത്. വില പറയുന്നത് 3.25 3.25 ഫൈനൽ റേറ്റ് ആണത്. വണ്ടി ഫുൾ ഓപ്ഷൻ, കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി ഒക്കെ ഉള്ള വണ്ടിയാണ്. സാധനം ഉണ്ട്. വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. അടുത്ത ഇക്കോ, ഇത് മാരുതിയുടെ 7 സീറ്റ് വേരിയന്റ് ഇക്കോ. 7 സീറ്റുള്ള 2010 മോഡലാണ്. ഇപ്പോൾ പുതിയ പേപ്പർ എടുത്തിട്ട് ഒരു 4 മാസമായിട്ടുള്ളൂ, പുത്തൻ പേപ്പർ. കസ്റ്റമർ അടുത്താണ്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ പാച്ച് വർക്ക്, തുരുമ്പ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ വല്ല സെയിലിനൊക്കെ പോണ സാധാരണക്കാരിക്കൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു 1 ലക്ഷം രൂപയൊക്കെ ലോൺ ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇവിടെ 1 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ വണ്ടിക്ക്. 1 ലക്ഷം രൂപയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം ഈ വണ്ടിക്ക്. ഇത് നമുക്കൊരു 1.85 കൊടുക്കാം. 5 കൊല്ലത്തെ പേപ്പർ ഉണ്ട് കേട്ടോ. 11 ആണെങ്കിൽ ഈ കൊല്ലം ടെസ്റ്റ് ചെയ്യണം. 10-25,000 രൂപ മുടക്കണം. പിന്നെ പെയിന്റിങ് വേറെ മുടക്കണം. ഇതൊന്നുമില്ല, ഇതൊന്നും ചെയ്യണ്ട. ഒരു ഗ്ലാസ് പോലും ഇതിന്റെ മാറിയില്ല. ഇത് സെയിൽ ചെയ്യണ വണ്ടിയാണെങ്കിൽ പോലും ഇത് ഗ്ലാസ് പോലും ഇതിന്റെ റീപ്ലേസ് ഇല്ല. കാരണം ഇല്ലാതെ പൊല്യൂഷന്റെ സ്റ്റിക്കർ ഒക്കെ ഉണ്ട്. ഒരു സാധനവും റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഒറിജിനൽ. ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടിയാഗോ ആണ്. ഇത് 2016-17 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. ഓണർഷിപ്പ് വണ്ടി. XZ എന്ന് പറഞ്ഞ വണ്ടി കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. പക്ഷേ കമ്പനി മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന വണ്ടിയാണ്. വേറെ റീപ്ലേസ് ഇല്ല, തട്ടുമുട്ടില്ല. ഇപ്പൊ ടയർ ആണെങ്കിലും ഒരു 70 അലൈവില് ഫുൾ ലോഡ് വണ്ടി. XZ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലൈവില് കമ്പനിയൊക്കെ വന്ന അലൈവിലാണ്. ഇത് നമുക്കൊരു ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു 3.5 ചോദിക്കണം. എന്തെങ്കിലും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് പ്രൈസ് ഒരു 3 ലക്ഷം രൂപയൊക്കെ ലോൺ കിട്ടാവുന്ന വണ്ടിയാണ്. 16-17 അല്ലേ ലോൺ കിട്ടും എന്തായാലും കേട്ടോ. i20 പെട്രോൾ ആണ്. പെട്രോള് പുതിയ മറ്റേ ന്യൂ ഷേപ്പ് വണ്ടി i20 2017 മോഡലാണ്. വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് 2017 വണ്ടി. റീപ്ലേസോ തട്ടുമുട്ടോ ബ്രാൻഡഡ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ലെതർ സീറ്റ് കാര്യങ്ങൾ, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട്. ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഒന്നും നോക്കണ്ട, നല്ല ക്ലീൻ പീസ് വണ്ടി. പക്ക ഇന്റീരിയർ, പക്ക. ഇത് 90 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ വണ്ടി. 90 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും നല്ല പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കണം വണ്ടി. ഇത് നമ്മൾ പ്രൈസ് ചോദിക്കണം 4,60,000 രൂപ. 4,60,000. ലോൺ എത്ര കിട്ടും? ലോൺ ഒരു 4 രൂപയൊക്കെ ലോൺ കിട്ടുമായിരിക്കും. 4 രൂപയൊക്കെ ലോൺ ചെയ്തു. നല്ല കസ്റ്റമർ മറ്റേ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രാക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4 ലക്ഷം രൂപയോളം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. കേട്ടോ, ഇത് സാൻഡ്രോ ടെസ്റ്റ് കഴിഞ്ഞ പുതിയ പേപ്പർ 2010 പുതിയ പേപ്പർ GL വേരിയന്റ് ആണ്. ഇത് നമുക്കൊരു 1.25 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. 1.25 ലക്ഷം രൂപ. നമുക്കൊരു 90 രൂപയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ വണ്ടിക്ക്. നല്ല വണ്ടി. റീപ്ലേസ് ഇല്ല, തട്ടുമുട്ടില്ല. 4 ബ്രാൻഡഡ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, സെന്റർ ലോക്ക്, സെക്കൻഡ് സ്പെയർ കീ ഒക്കെ ഉണ്ട് വണ്ടിക്ക് കേട്ടോ. റീപ്ലേസ് ഒന്നുമില്ല വണ്ടിയിൽ. നമുക്ക് വാഗണർ 2007 വാഗണർ LXI വേരിയന്റ് ആണ്. വണ്ടി അതുപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളത്. ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കാണ്. റീപ്ലേസ് ഒന്നുമില്ല. കേരള വണ്ടി ഒറിജിനൽ കേരള അണ്ടർ കോട്ട് വരെ ചെയ്തിട്ടുണ്ട്. അതുവരെ ചെയ്തിട്ടുണ്ട്. വണ്ടി ക്ലീൻ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ. എല്ലാ വർക്കുകളും ചെയ്ത്, പെൻഡിങ് വർക്ക് ഒന്നുമില്ല വണ്ടിയിൽ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 70-80% ടയർ ഉണ്ട്. റീപ്ലേസ് ഇല്ല. നമുക്കൊരു 1.10 കൊടുക്കാം. 1.10. ഇത് റെനോൾട്ടിന്റെ മറ്റേ ഇതാണ് പൾസ്. റെനോൾട്ടിന്റെ പൾസ് ആണിത്. റെനോൾട്ട് മറ്റേ നിസാൻ മൈക്രഡ. ഇത് തന്നെ. ഇത് 1200 cc ആണ് വണ്ടി. 1200 cc. ഇത് പെട്രോൾ ആണ് വേരിയന്റ്. നമുക്ക് ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ. പൾസ്. അതില് കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്.
എത്ര റേറ്റ് സെക്കൻഡ് അല്ല, സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് റേറ്റ് വരുന്നത് 1.80 ചോദിക്കുന്നത്. 1.80. ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊരു 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇതിന് ലോൺ കിട്ടും? 1.5 ലക്ഷം രൂപയ്ക്ക് കിട്ടും ലോൺ. 1.5. നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വണ്ടിയാണ് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. വീണ്ടും 2010 രജിസ്ട്രേഷൻ, i10 മാഗ്ന 1.2 കാപ്പ. മാഗ്ന ആയിരുന്നു അല്ലേ? മാഗ്ന 1.2 കാപ്പ. ഇന്റീരിയറിലൊക്കെ പക്കയുണ്ട്, സൈഡ് പെയിന്റ് എല്ലാം ഫുൾ വർക്ക്. ക്ലച്ച് പുതിയതാണ്ടാ, നമ്മുടെ വർക്ക്ഷോപ്പിൽ പുതിയ ക്ലച്ച് ഇതൊക്കെ മാറ്റി കൊടുക്കണേ. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, ഒക്കെ മാറ്റിയാണ്, പുതിയതാണ്, റീപ്ലേസ് ആണ് ചെയ്ത് കൊടുക്കണേ. നല്ല ക്ലീൻ വണ്ടി, അത്യാവശ്യം ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്റീരിയർ ആണെങ്കിലും നല്ല ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹാൻഡ് റെസ്റ്റ് എല്ലാം ഉണ്ട്. 1.2 കാപ്പ എഞ്ചിൻ. 1.2 ആണ് കാപ്പ എഞ്ചിൻ. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി. 1000 cc ആയിരിക്കും. 1.2 ആവുമ്പോൾ അതിന്റെ പവർ ഉണ്ടാവും. 2030 വരെ പേപ്പർ. 30 വരെ പേപ്പർ. ഇൻഷുറൻസ് പുതിയത്. എത്ര റേറ്റ് വെക്കണേ? റേറ്റ് 1.50 വെക്കണം. 1.45 ഫൈനൽ കൊടുക്കാം നമുക്ക് അല്ലേ? ഇതിന് ലോൺ ചെയ്ത് കൊടുക്കാം. ഇതിന് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 90 രൂപ 80 രൂപ നമുക്ക് ശ്രീറാം ഫിനാൻസ് ഇട്ട് കൊടുക്കാം. 2009-10 എന്ന് പറയാം. 2009 ഡിസംബർ വണ്ടിയാണ്. 30 അടുക്ക വരെ പേപ്പർ ഉണ്ട്. ടെസ്റ്റിംഗ് 5 വർഷം പേപ്പർ ഉണ്ട്. GLS വേരിയന്റ് ആണ്. പവർ വിൻഡോ, ഹൈ ക്വാളിറ്റി. മറ്റേ ബാക്കിൽ സ്പോയിലർ ഉണ്ട്. ഇതിന്റെ ഫ്രണ്ടിലെ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുത്താൽ മതി. ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ അപ്പുറമുള്ള ഒരു സാധനം പൊട്ടിച്ചിട്ടില്ല, ഒന്നും പൊട്ടിച്ചിട്ടില്ല, ഒരു ഭാഗം പൊട്ടിച്ചിട്ടില്ല. ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ടയറൊക്കെ പക്ക കണ്ടീഷനാണ്. ബാക്ക് ടയറും കണ്ടീഷൻ. ഇത് നമുക്കൊരു 1.15 കൊടുക്കാം. 1.15 പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഇൻഷുറൻസ് തീരാറുണ്ട്, പുതിയ ഇൻഷുറൻസ് എടുക്കാം. ബീറ്റായി 2010 മോഡലാണ്. ഇത് ഇപ്പൊ ടെസ്റ്റ് മുടങ്ങി കിടക്കായിരുന്നു. നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 കൊല്ലത്തെ പുതിയ പേപ്പർ, ഇപ്പൊ 31 വരെയും പേപ്പർ. 5 കൊല്ലത്തെ പേപ്പർ എടുത്തിട്ട് നമ്മൾ കൊടുക്കാണ്. അപ്പൊ മുടങ്ങി കിടക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ഇപ്പൊ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുത്തൻ പേപ്പർ, പെട്രോളാണ് വേരിയന്റ്. ഇല്ല, ഇതിൽ പെൻഡിങ് വർക്ക് ഒന്നുമില്ല, എല്ലാം കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. ആ ടയറൊക്കെ ഉണ്ട്. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞാണല്ലോ പറയാലോ. അത് 2031 വരെയും പേപ്പർ ഉണ്ട്. നമുക്കൊരു 1 രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ചെറിയ രീതിയിൽ വ്യത്യാസമൊക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാരുണ്ട്. എല്ലാരും വിളിച്ചായിരുന്നു. എന്റെ കൂട്ടുകാരന്മാരും ഫ്രണ്ട്സൊക്കെ എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ ബ്രോയിന്റെ വീഡിയോ FB-ലൊക്കെ ഇട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു FB-ലൊക്കെ നല്ല റീച്ച് ഉണ്ട്. FB-ൽ ഇപ്പോഴും വ്യൂ ഉണ്ട് അല്ലേ? FB-ൽ നമുക്ക് എബി വേൾഡ് എംപയർ എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട് FB-ലും. ഇതിപ്പോ നമ്മൾ എബി വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ നമ്മൾ വരുന്നുണ്ട്. ഇതില് കുറെ സുഹൃത്തുക്കൾ നമുക്ക് വിളിച്ചിട്ടേ. അപ്പൊ ലോണിന്റെ കേസിൽ ചെറിയ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കുറഞ്ഞ വണ്ടിയൊക്കെ ലോൺ ഇട്ട് കൊടുക്കണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെയാണ് 2008-2007 ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പ്രൈവറ്റ് ലോണാണ് ചെയ്യണം. അവർക്ക് ഒരു പരിധി ഉണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടൊക്കെ വേണം. അപ്പൊ കുറെ പേര് വിളിച്ചിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റുന്ന കേസൊക്കെ ഉണ്ട്. എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഓൾ കേരള നമ്മൾ വണ്ടികളുടെ വീഡിയോ, എല്ലാത്തരം വണ്ടികളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറയട്ടെ, ഈ 2010 താഴെയുള്ള വണ്ടികൾക്ക് പൊതുവെ ലോൺ കൊടുക്കാറില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ഇവർ ഇത്രയും റിസ്ക് എടുത്ത് ലോൺ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ റീജിയനിലുള്ള ആൾക്കാരായിരിക്കും. ഒന്നെങ്കിൽ തൃശ്ശൂർ, ഈ കൊടുങ്ങല്ലൂർ, പറവൂർ ഭാഗത്തുള്ള ആൾക്കാർക്കും, എറണാകുളം സൈഡിൽ അങ്ങനത്തെ ആൾക്കാർക്കും. എന്നിട്ട് മറ്റു ജില്ലക്കാർക്ക് ലോൺ കിട്ടായില്ല. 10 മേളിലോട്ടുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ശ്രീറാം ഫിനാൻസ് ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. 2010 മേളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ശ്രീറാമില ഫിനാൻസ്. 2010 മുകളിലേക്കുള്ള വണ്ടികൾക്ക് എല്ലാ ജില്ലക്കാർക്കും കിട്ടും. എല്ലാ അത്യാവശ്യം മിക്ക ജില്ലക്കാർക്കും ശ്രീറാം ഫിനാൻസ് ഉള്ള എല്ലാ ജില്ലക്കാർക്കും നമുക്ക് അവിടെ അവരുടെ ബ്രാഞ്ച് വഴിയായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. അവരുടെ ബ്രാഞ്ച് വഴിയായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അവര് 9 മുതലൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു വട്ടം ട്രൂ സ്പോട്ടിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഇപ്പൊ നിങ്ങൾക്ക് വണ്ടി പഠിക്കാനോ ഇല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഒരു വേറെ വണ്ടി നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയുള്ള. കാരണം നമ്മൾ വർക്ക്ഷോപ്പുകാരാണ്, നല്ല വണ്ടി മാത്രം കൊടുക്കുള്ളൂ. നല്ല ക്ലീൻ ആയിട്ട്. ഇപ്പൊ എന്റെ പാർട്ണറാണ് ജസ്റ്റിൻ. വാ, എന്റെ പാർട്ണർ ജസ്റ്റിനാണ്. നമ്മുടെ ഫ്രണ്ടാണ്. ഇവൻ നെക്സയിലും മറ്റേ ഷോറൂമിലൊക്കെ കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാണ്. ഹോണ്ടയിൽ ഉണ്ടായതാണ്, നെക്സയിൽ ഉണ്ടായിരുന്നാണ്, ബെൻസിൽ ഉണ്ടായിരുന്നാണ്. അവന് വണ്ടിനെ കുറിച്ചൊക്കെ ഭയങ്കര നോളജ് ഉള്ളതാണ്. അപ്പൊ എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി നന്നായിട്ട് നോക്കി കണ്ടാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പം ഇവർക്ക് വണ്ടിയെ പറ്റി അത്യാവശ്യം അറിയാം, മെക്കാനിക്കൽ സൈഡ് ഇവർക്ക് അറിയാം. അതുകൊണ്ട് ഒരുവിധം പണിയുള്ള വണ്ടികൾ ഇവരങ്ങനെ എടുക്കൂല. അതൊന്നാമത്തെ കാര്യം. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടായിരിക്കും ഇവിടെ വെക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും ടോപ്പ് ടെക്നീഷ്യനായ മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ അല്ലേ? ഇതൊക്കെ മേലെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരിക, ഇദ്ദേഹത്തെ വിളിക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. നമ്പർ വിളിക്കാം, സപ്പോർട്ട് ചെയ്യാം. കാണാം നമുക്ക്.